വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുൽവൻ ചിമ്മു. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇന്നൊരു ന്യൂ ഇയർ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നാളെ എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പം വീട്ടുകാരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനാവില്ല. അപ്പം ഇന്ന് നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ഇതാ ഏട്ടൻ കുറേ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഇന്ന് ഏട്ടൻ്റെ വകയാണ് കുക്കിംഗ്. അപ്പോൾ ഇതാണ് എൻ്റെ ഏട്ടൻ, എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം ഒരു 5 ഡേയ്സിലേക്ക് വന്നതാണ്. ഞാൻ വന്നതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ അങ്ങനെ വന്നതാണ്. നന്നായിട്ട് കുക്ക് ചെയ്യേ. ഞാൻ എൻ്റെ ഏട്ടനായതുകൊണ്ട് പറയുന്നതല്ല, നല്ല അടിപൊളി കുക്കാണ്. അപ്പോൾ ഇതാ ചിക്കനിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഏടത്തിയമ്മ. പഠിക്കുവാണേ, ഭയങ്കര പഠിപ്പിച്ചിട്ടാണ്. ഇപ്പോൾ PSC ട്രൈ ചെയ്യുന്നത്. ഇതായിട്ട് എൻ്റെ മോള് ഷീബാല. അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം കൂടുതൽ വിശേഷങ്ങൾ. അങ്ങനെ ടൂത്ത് പിക്ക് വെച്ചിട്ട് എല്ലാം കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ കോളിൽ വേവിക്കുന്നതിന് പകരം ഒരു 50% സ്റ്റീം ചെയ്തെടുക്കണം. എന്നാൽ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലാണ്ട് ഡയറക്റ്റ് കോളിൽ വേവിക്കുന്നതാണെങ്കിൽ ഉള്ളൊന്നും നല്ല രീതിയിൽ വെന്ത് കിട്ടില്ല. അപ്പം ആദ്യം സ്റ്റീം ചെയ്തിട്ട് അതിന് ശേഷമാണ് കോളിലിട്ടിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഏകദേശം മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ നല്ലോണം മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സ്റ്റീമർ താത്തി വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ആ ഒരു സമയത്ത് ഇതാണ് എൻ്റെ കസിൻ അബിൻ, അവൻ്റെ ഭാര്യ അജിഷ്മ. അപ്പോൾ ഇവരൊക്കെ ബാംഗ്ലൂരാണ്. അപ്പം നമ്മൾ എല്ലാവരും ഈ ഒരു സമയത്തുള്ളതുകൊണ്ട് തന്നെ ഒന്നിച്ചൊരു പരിപാടി ആക്കാന്നുള്ളതുകൊണ്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇവരൊക്കെ കോളൊക്കെ വാങ്ങി വരുന്ന വരവാണ്. അങ്ങനെ ഓരോരാൾക്ക് ഓരോരോ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏട്ടൻ ഏകദേശം ചിക്കനൊക്കെ സെറ്റാക്കി ചിക്കൻ സ്റ്റീം ചെയ്യേണ്ട പരിപാടിയിലാണ്. ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കണം. ഇതാണ് നമ്മളെ ചങ്ക് പിള്ളേർ. അജയ്, അതുപോലെ ഇത് നമ്മളെ ബേബിക്കുട്ടെ. അപ്പം എല്ലാവരും ഉണ്ട് ഇന്ന്. അപ്പം ഇവരെല്ലാം കൂടിയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുള്ളത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ചാർക്കോളിൻ്റെ ടിന്നും ചാർക്കോളും ഒക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വീടിൻ്റെ സൈഡിലായിട്ട് ഏട്ടൻ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് കുറേ ചിരട്ടയൊക്കെ വെച്ച് കോളൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ചിക്കൻ ഏകദേശം സ്റ്റീമൊക്കെ ചെയ്ത് ഏകദേശം 50% വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത് നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ചിക്കൻ്റെ വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് മസാലയൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ കബാബ് ടൈപ്പിലുള്ള ഒരു ഐറ്റമാണ്. ഏട്ടൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ മന്തി റൈസും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള അരിയൊക്കെ കഴുകിയിട്ടു. അതിലോട്ടേക്ക് ചിക്കൻ സ്റ്റീം ചെയ്തെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുമേ. അപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങുമ്പോഴുള്ള മന്തിയുടെ അതേ ടേസ്റ്റും അതേ ഫ്ലേവറും ആയിരുന്നേ. അപ്പോൾ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏട്ടൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. അപ്പം ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുപോലെ മുറ്റത്ത് അടുപ്പൊക്കെ കൂട്ടിയിട്ട് ചാർക്കോൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ്റെ ഒരു വശം ആയിട്ടുണ്ട്. അപ്പം ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം സ്റ്റീം ചെയ്തെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവുന്നുണ്ടായിരുന്നു. കുറേ സമയം വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾ ഇവിടെ തകർക്കാൻ തുടങ്ങി. ഇതൊക്കെ നമ്മുടെ കസിൻ്റെയും മാമൻ്റെയൊക്കെ മക്കളാണ്. ഇവർക്ക് വീട് അടുത്തടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതൊരു സഡൻ പ്ലാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനേക്കാളും കുറച്ചും കൂടി ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളിവിടെ പാട്ടും ഡാൻസൊക്കെ പാടാൻ തുടങ്ങി.
അപ്പോൾ അതിനനുസരിച്ച് മൈക്കും ബോക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി. എല്ലാവരും നന്നായിട്ട് ഡാൻസ് ചെയ്യേ. അതിനു പുറമെ നമ്മൾ കുറേ പടക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാ പടക്ക കത്തിക്കുന്നതാണ് ഓമൻ ഇളയമ്മ, ഇതാണ് എൻ്റെ ഇളയമ്മ. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് പടക്കൊക്കെ കത്തിക്കുന്നത്. എൻ്റെ ഏട്ടൻ്റെ മുന്നിൽ പടക്കം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നാമത് അവൻ്റെ നിർബന്ധത്തിലാണ് ഇത്രയും പടക്കങ്ങളൊക്കെ വാങ്ങിയത്. അങ്ങനെ പടക്കൊക്കെ കത്തിച്ച് നല്ല രസമായിരുന്നു. പിന്നെ ഇതാ നമ്മളിതാ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പം ഏട്ടൻ്റെ മന്തിയും അതുപോലെ തന്നെ അൽഫാമും ചിക്കൻ വരട്ടും കബാബും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി നമ്മളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അതായത് നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ മന്തിയുടെ അതേ ഫ്ലേവർ, അതിനേക്കാളും രസം തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതാ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ക്യാമ്പ് ഫയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇതാ ഏട്ടനും മാമനും അതുപോലെ തന്നെ മക്കളൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. നല്ല രസമായിരുന്നേ. പിന്നെ ഞാനും മാമിമാരൊക്കെ അവരുടെ കൂടെ ജോയിൻ ചെയ്തു. മാമിമാരും നമ്മൾ ആ ഒരു വൈബിളുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ അങ്ങനെ ഇതാ നമ്മളിത് അടിച്ച് പൊളിക്കുക തന്നെയാണ്. നല്ല രസമായിരുന്നു. ഡാൻസൊന്നും കളിച്ചിട്ട് മതിയാവുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ ആ ഒരു വൈബില്ലേ, അടിപൊളിയായിരുന്നു. ആ ഒരു സമയത്ത് അമ്മ ഇതാ ലൈം ടീ ഒക്കെ വെച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. മന്തിയൊക്കെ കഴിച്ചതുകൊണ്ട് അത് ദഹിക്കാൻ വേണ്ടിയിട്ട് ലൈം ടീ ഒക്കെ വെച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ലൈം ടീ ഒക്കെ കൊടുത്തു, ലൈം ടീ ഒക്കെ കുടിച്ചു. ഇതാ കുട്ടികളൊന്നും നിർത്തുന്നേ ഇല്ലേ, അവർക്ക് ഭയങ്കര എനർജിയിൽ ഡാൻസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതാ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമ്പ് ഫയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എല്ലാവരും കൂടിയും ചേർന്നപ്പം നല്ലൊരു വൈബായി. അപ്പോൾ ഇതാ അതിന് പുറമെ കുറേ പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ കുറേ പൂക്കുറ്റി, കമ്പത്തിരി, അങ്ങനെ കുറേ പടക്കങ്ങളൊക്കെ വാങ്ങി ഇതാ ഏട്ടനും അബിയെല്ലാം കൂടി നന്നായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഇതാ കുട്ടികളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പാട്ടും ഡാൻസും പടക്കവും ഒന്നും പറയണ്ട, അടിപൊളി വൈബായിരുന്നേ. അപ്പോൾ ഇതാ നമ്മൾ പിന്നെ വീണ്ടും ക്യാമ്പ് ഫയർ ഏകദേശം 12 മണി ആവാറായി. അപ്പോൾ ഇതാ ക്യാമ്പ് ഫയറിന് ചുറ്റും നമ്മൾ ഡാൻസൊക്കെ ചെയ്യാൻ തുടങ്ങി. നല്ല രസമായിരുന്നേ. അങ്ങനെ ഇതാ നമ്മൾ ക്യാമ്പ് ഫയറിന് ചുറ്റുമുള്ള ഡാൻസൊക്കെ നന്നായി എൻജോയ് ചെയ്തു. അപ്പോൾ ഇത് ഏകദേശം ഇനിയിപ്പോൾ 12 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കേക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ ഈ കേക്ക് വാങ്ങിയത് കണ്ണൂരിലെ കേക്ക് സ്റ്റുഡിയോ എന്നാണ്. വാനില ഐസ്ക്രീം എന്നുള്ള ഫ്ലേവറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതങ്ങനെ അമ്മമ്മയും ഇളയമ്മയും കൂടിയിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. അപ്പം എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്തു. അങ്ങനെ നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി കൂടുമ്പോൾ ആ ഒരു രസം ഉണ്ടാവുമല്ലോ, നല്ലൊരു വൈബായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ലോണം അടിച്ച് പൊളിച്ചു തന്നെ എനിക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്നുള്ളത്. അപ്പം നിങ്ങൾക്കും നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ വഴി വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.